നമസ്കാരം. നമ്മൾ ഈ വീഡിയോയിലൂടെ ആൻറ്റി ഡിഫെക്ഷൻ ലോ കൂറുമാറ്റ നിരോധന നിയമത്തെ പറ്റിയാണ് കൂടുതലായി അറിയാൻ ശ്രമിക്കുന്നത്. 1985 ഇങ്ങനെയൊരു നിയമം കൊണ്ടുവരുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് MLAമാരും MP മാരുമൊക്കെ ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. ഈ ഒരു പ്രതിഭാസത്തിന് തടയിടുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ആൻറ്റി ഡിഫെക്ഷൻ ലോ നിലവിൽ വന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇത്തരം സാഹചര്യങ്ങളെ കളിയാക്കിക്കൊണ്ട് ആയാറാം ഗയാറാം എന്നൊരു വാചകം തന്നെ 1967 ഹരിയാനയിലൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. അതായത് രാവിലെ ഒരു പാർട്ടിയിലാണ് എങ്കിൽ വൈകിട്ട് മറ്റൊരു പാർട്ടി. ഇങ്ങനെ MLAമാരും MP മാരും കൂറുമാറിക്കൊണ്ടിരുന്നത് വലിയൊരു അരക്ഷിതാവസ്ഥയാണ് രാജ്യത്ത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇതിനെ തടയിടാനാണ് കൂറുമാറ്റ നിരോധന നിയമം ആൻറ്റി ഡിഫെക്ഷൻ ലോ 1985 കൊണ്ടുവന്നത്. നമുക്ക് എന്തൊക്കെയാണ് ഈ നിയമത്തിൻ്റെ പ്രത്യേകതകൾ എന്നും മറ്റ് സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നും വിശദമായി തന്നെ പരിശോധിക്കാം. 2 പാർട്ടായിട്ടായിരിക്കും ആൻറ്റി ഡിഫെക്ഷൻ ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ പാർട്ടിലേക്ക് കടക്കാം. ആൻറ്റി ഡിഫെക്ഷൻ ലോ കൂറുമാറ്റ നിരോധന നിയമം. The 52nd Amendment Act of 1985 provided for the disqualification of the members of Parliament and state legislatures on the ground of defection from one political party to another. For this purpose, it made changes in 4 articles of the Constitution and added a new schedule, the 10th schedule, to the Constitution. This act is often referred to as the Anti-Defection Law. 1985 52ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് കൂറുമാറ്റ നിരോധന നിയമം നിലവിൽ വരുന്നത്. അതുവരെ ഈ കൂറുമാറ്റം എന്ന് പറയുന്നത് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയുടെയും പേടി സ്വപ്നമായിരുന്നു. ഒരു പാർട്ടിയിൽ നിന്ന് MLA ആയി ജയിക്കുക, എന്നിട്ട് പെട്ടെന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് പോവുക, അവിടെ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക്. ഇത്തരം രാഷ്ട്രീയ കളികളൊക്കെ ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നതാണ് സങ്കടകരമായ ഒരു കാര്യം. ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായാണ് രാജീവ് ഗാന്ധി ഗവൺമെൻറ് 1985 52ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആൻറ്റി ഡിഫെക്ഷൻ ലോ കൊണ്ടുവന്നത്. ഇതുപ്രകാരം പാർലമെൻറ്റിലും സംസ്ഥാന നിയമസഭകളിലും അംഗങ്ങൾ കൂറുമാറ്റം നടത്തുകയാണെങ്കിൽ അവരെ അയോഗ്യരാക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുവാൻ സാധിക്കും. ഈയൊരു ആവശ്യത്തിനു വേണ്ടി ഇന്ത്യൻ ഭരണഘടനയിൽ 10ാമതൊരു ഷെഡ്യൂൾ തന്നെ കൂട്ടിച്ചേർത്തു. അങ്ങനെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ 10ാം ഷെഡ്യൂളിലാണ് ആൻറ്റി ഡിഫെക്ഷൻ ലോ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. Later, the 91st Amendment Act of 2003 made one change in the provisions of the 10th schedule. It omitted an exception provision, that is, disqualification on ground of defection not to apply in case of split. 1985 കൊണ്ടുവന്ന 10th ഷെഡ്യൂളിന് 2003 91ാം അമെൻമെൻറ്റിലൂടെ ഒരു ഭേദഗതി കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പാർട്ടി സ്പ്ലിറ്റ് ആവുകയാണെങ്കിൽ, അതായത് രണ്ടായിട്ട് വേർപെടുകയാണെങ്കിൽ അവിടെ ഡിസ്ക്വാളിഫിക്കേഷൻ ബാധകമല്ല എന്നൊരു ചട്ടം ഈ ഭേദഗതിയിലൂടെ എടുത്തു കളഞ്ഞു. അതായത് 2003 91ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂറുമാറ്റ നിരോധന നിയമം അല്പം കൂടെ സ്ട്രോങ് ആക്കി. ഇത്രയുമാണ് ഈ നിയമത്തിൻ്റെ ഒരു ആമുഖമായിട്ടൊക്കെ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ആ നിയമത്തിൻ്റെ മറ്റ് പ്രൊവിഷൻസിനുള്ളിലേക്ക് കടക്കാം. പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട്. ഇനി കൂറുമാറ്റ നിരോധന നിയമത്തിൻ്റെ വ്യവസ്ഥകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഈ വ്യവസ്ഥകളെ 3ആയി തരംതിരിക്കാം. ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ അംഗത്തിന് ഈ വ്യവസ്ഥകൾ എങ്ങനെ ബാധകമാകുന്നു, അതോടൊപ്പം ഒരു സ്വതന്ത്ര അംഗത്തിന് ഈ വ്യവസ്ഥകൾ എങ്ങനെ ബാധകമാകുന്നു, അതോടൊപ്പം രാഷ്ട്രീയ പാർട്ടികൾ നോമിനേറ്റ് ചെയ്യുന്ന അംഗങ്ങൾക്ക് ഈ വ്യവസ്ഥകൾ എങ്ങനെ ബാധകമാകുന്നു എന്നിങ്ങനെ 3ആയി തരംതിരിക്കാം. നമുക്ക് ഓരോന്നായി നോക്കാം. ഡിസ്ക്വാളിഫിക്കേഷൻ. 1. Members of political parties. A member of a house belonging to any political party becomes disqualified for being a member of the house A. if he voluntarily gives up his membership of such a political party. B. if he votes or abstains from voting in such a house contrary to any direction issued by his political party without obtaining prior permission of such a party and such act has not been condoned by the party
വിത്തിൻ 15 days. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ അംഗം MLAയോ MPയോ ആയെന്നിരിക്കട്ടെ, അദ്ദേഹം കൂറുമാറ്റ നിരോധന നിയമപ്രകാരം എങ്ങനെ അയോഗ്യനാകുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇഫ് ഹി വോളണ്ടറിലി ഗീവ്സ് അപ്പ് ഹിസ് മെമ്പർഷിപ്പ് ഓഫ് സച്ച് പൊളിറ്റിക്കൽ പാർട്ടി, അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ അംഗം MLAയോ MPയോ ആയിക്കഴിഞ്ഞ് അദ്ദേഹം ആ പാർട്ടി അംഗത്വം ഉപേക്ഷിക്കുകയാണെങ്കിൽ അദ്ദേഹം പാർലമെൻറ്റിൽ നിന്നോ സംസ്ഥാന നിയമസഭകളിൽ നിന്നോ അയോഗ്യനാക്കപ്പെടുന്നതായിരിക്കും. അതായത് ജയിച്ചു കഴിഞ്ഞ് തോന്നിയതുപോലെ പാർട്ടി മാറുവാൻ സാധിക്കുകയില്ല. അങ്ങനെ പാർട്ടി മാറണമെങ്കിൽ ആ MLA സ്ഥാനം അല്ലെങ്കിൽ MP സ്ഥാനവും രാജിവെക്കേണ്ടതായി വരും. അല്ലാതെ ജയിച്ചു കഴിഞ്ഞ് പാർട്ടി അംഗത്വം മാത്രം ഉപേക്ഷിച്ച് ഒരാൾക്ക് കൂറുമാറുവാൻ സാധിക്കത്തില്ല. If he votes or abstains from voting in such a house contrary to any direction issued by his political party without obtaining prior permission of such a party and such act has not been condoned by the party within 15 days. രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങളായ MLAമാർ MPമാർ പാർട്ടി പറയുന്നത് പോലെ വോട്ട് ചെയ്യുകയും പാർട്ടി നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സഭകളിൽ പ്രവർത്തിക്കുകയും വേണം. ഇനി അതല്ല, ഏതെങ്കിലും കാര്യത്തിൽ പാർട്ടി നിർദ്ദേശത്തിനെതിരായി വോട്ട് ചെയ്യുകയോ സഭാ നടപടികളിൽ നിന്ന് പാർട്ടിയുടെ അനുമതിയില്ലാതെ വിട്ടുനിൽക്കുകയോ ഒക്കെ ചെയ്താൽ അത് അയോഗ്യരാക്കുവാനുള്ള കാരണമായി ചൂണ്ടിക്കാണിക്കാം. മാത്രമല്ല, ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അത് 15 ദിവസത്തിനുള്ളിൽ പാർട്ടിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും വേണം. ഇല്ലെങ്കിൽ പ്രസ്തുത പാർട്ടിക്ക് ആ മെമ്പറിനെ അയോഗ്യനാക്കുവാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകാം. ചുരുക്കി പറഞ്ഞാൽ, പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ചാൽ പാർട്ടി പറയുന്നത് പോലെ സഭകളിൽ പ്രവർത്തിക്കേണ്ടതാണ്. ഇല്ലാത്ത പക്ഷം അയോഗ്യരാക്കപ്പെടും. ഇതിനാണ് പാർട്ടികൾ വിപ്പ് പുറപ്പെടുവിക്കുന്നത്. നമ്മൾ പത്രത്തിലൊക്കെ സാധാരണ കാണുന്നതാണ് പാർട്ടി വിപ്പ് പുറപ്പെടുവിച്ചു എന്നത്. അതായത് പാർട്ടി മെമ്പേഴ്സിന് ഡയറക്ഷൻ കൊടുക്കുകയാണ്, ഇന്നതുപോലെയൊക്കെ ചെയ്യണം എന്ന്. അത് മറികടക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അയോഗ്യതയ്ക്കുള്ള കാരണമാകാം. അതുകൊണ്ട് തന്നെ എല്ലാ പാർട്ടികളും വിപ്പ് പുറപ്പെടുവിക്കുവാൻ ഒരാളെ നിയമിക്കുകയും ചെയ്യും. ഇപ്പോൾ വന്ന് ചീഫ് വിപ്പ് എന്നൊരു പദവി തന്നെ നമ്മുടെ സംസ്ഥാനങ്ങൾക്കൊക്കെ ഉണ്ട്. നമുക്കത് അറിയാവുന്നതാണ്. പാർട്ടി പുറപ്പെടുവിക്കുന്ന വിപ്പ് അനുസരിക്കുവാൻ പാർട്ടി അംഗങ്ങളായ MLAമാരും MPമാരും ബാധ്യസ്ഥരാണ്. From the above provision, it is clear that a member elected on a party ticket should continue in the party and obey the party directions. മുമ്പ് പറഞ്ഞതുപോലെ പാർട്ടി ടിക്കറ്റിൽ മത്സരിക്കുന്ന ആൾക്കാർ പാർട്ടിയിൽ തുടരുകയും അതോടൊപ്പം പാർട്ടി പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുകയും വേണം. തോന്നുമ്പോൾ പാർട്ടി വിട്ട് മറ്റു പാർട്ടികളിലേക്ക് പോകുവാൻ സാധിക്കില്ല. 2. ഇൻഡിപെൻഡൻറ്റ് മെമ്പേഴ്സ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിൽ അംഗങ്ങളായുള്ളവർക്ക് കൂറുമാറ്റ നിരോധന നിയമം എങ്ങനെയാണ് ബാധകമാക്കുന്നത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ. നമുക്കറിയാം, സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ടുള്ളവർ MLAയും MPമാരുമൊക്കെ ആകുന്നുണ്ട്. അവരുടെ കാര്യത്തിൽ ഈ നിയമം എങ്ങനെയാണ് ബാധകമായിരിക്കുന്നത് എന്ന് നോക്കാം. An independent member of a house elected without being set up as a candidate by any political party becomes disqualified to remain a member of the house if he joins any political party after such election. സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിച്ച് ജയിച്ച് MLAയോ MPയോ ആയിക്കഴിഞ്ഞ് ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയിൽ ജോയിൻ ചെയ്താൽ അവർ അയോഗ്യരാക്കപ്പെടും. അതായത് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലും മത്സരിച്ച് ജയിച്ചതിന് ശേഷം ചേരുവാനുള്ള അവകാശം ഇല്ല. ജയിച്ചതിന് ശേഷം ഏതെങ്കിലും പാർട്ടിയിൽ അവർ ജോയിൻ ചെയ്താൽ നിയമസഭകളിൽ നിന്നും അല്ലെങ്കിൽ പാർലമെൻറ്റിൽ നിന്നും അവർ അയോഗ്യരാക്കപ്പെടുന്നതാണ്. ഇതാണ് വ്യവസ്ഥ. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും സപ്പോർട്ടില്ലാത്ത ആൾക്കാർ. ഇനി പൊളിറ്റിക്കൽ പാർട്ടികളുടെ സപ്പോർട്ടോടുകൂടി മത്സരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്, നോമിനേറ്റഡ് മെമ്പേഴ്സ്. ഇനി നമുക്ക് അത് നോക്കാം. 3. നോമിനേറ്റഡ് മെമ്പേഴ്സ്. എ നോമിനേറ്റഡ് മെമ്പർ ഓഫ് എ ഹൗസ് becomes disqualified for being a member of the house if he joins any political party after the expiry of 6 months from the date on which he takes his seat in the house. This means that he may join any political party within 6 months of taking his seat in the house without inviting this disqualification. ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയുടെ സപ്പോർട്ടോടുകൂടി ഒരു വ്യക്തി MLAയോ MPയോ ആയെന്നിരിക്കട്ടെ, അതായത് നോമിനേറ്റഡ് മെമ്പർ.
അദ്ദേഹത്തിന് 6 മാസം സാവകാശം ലഭിക്കുന്നു. ഈ 6 മാസത്തിനുള്ളിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയിൽ അംഗത്വം സ്വീകരിക്കാവുന്നതാണ്. ഇങ്ങനെ നിയമസഭയിൽ അംഗമായി 6 മാസത്തിനുള്ളിൽ അദ്ദേഹം ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയിൽ അംഗമായാൽ അദ്ദേഹം അയോഗ്യനാകില്ല. എന്നാൽ 6 മാസത്തിന് ശേഷമാണ് അദ്ദേഹം ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയിൽ ജോയിൻ ചെയ്യുന്നത് എങ്കിൽ അദ്ദേഹം സഭയിൽ നിന്ന് അയോഗ്യനാക്കപ്പെടാം. അതായത് സ്വതന്ത്ര മെമ്പേഴ്സിന് ലഭിക്കാത്ത ഒരു പ്രിവിലേജ് ഇവിടെ നോമിനേറ്റഡ് മെമ്പേഴ്സിന് ലഭിക്കുന്നു. സ്വതന്ത്ര മെമ്പേഴ്സ് ജയിച്ചു കഴിഞ്ഞ് ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടീസിൽ ചേർന്നാൽ അപ്പോൾ തന്നെ അയോഗ്യരാകും. എന്നാൽ നോമിനേറ്റഡ് മെമ്പേഴ്സിന് ഒരു 6 മാസം സാവകാശം കൊടുത്തിരിക്കുന്നു. 6 മാസത്തിന് ശേഷം ഏതെങ്കിലും പാർട്ടിയിൽ ജോയിൻ ചെയ്താൽ അവരും അയോഗ്യരാക്കപ്പെടും. ഇതാണ് കൂറുമാറ്റ നിരോധന നിയമത്തിൻ്റെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ. അത് എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യുന്നു എന്ന് നമ്മളിപ്പോൾ കണ്ടു. ഇനി ഈ നിയമത്തിന് ചില എക്സെപ്ഷൻസ് കൂടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതുകൂടി പരിശോധിക്കാം. എക്സെപ്ഷൻസ്. The disqualification on the ground of defection does not apply in the following 2 cases. നമ്മൾ മുൻപേ പറഞ്ഞ കൂറുമാറ്റ നിരോധന നിയമത്തിന് പ്രധാനമായും 2 എക്സെപ്ഷൻസ് ആണ് ഉള്ളത്. ശരിക്കും 2 അല്ല 3 ഉണ്ടായിരുന്നു. ഒരെണ്ണം പിന്നീട് ഒഴിവാക്കുകയാണ് ചെയ്തത്. എന്തായാലും പ്രധാനപ്പെട്ട 2 എക്സെപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എ. If a member goes out of his party as a result of a merger of the party with another party. A merger takes place when 2/3 of the members of the party have agreed to such merger. നമുക്കറിയാം, ഒരു വ്യക്തി പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോയാൽ ഡിസ്ക്വാളിഫിക്കേഷൻ ബാധകമാകും. എന്നാൽ 2 പാർട്ടികൾ തമ്മിൽ മെർജ് ചെയ്യുകയാണെങ്കിൽ, അതായത് 2 പാർട്ടികൾ തമ്മിൽ കൂടിച്ചേരുകയാണെങ്കിൽ ഈ വ്യവസ്ഥ ബാധകമാവില്ല. പക്ഷെ അതിനൊരു കണ്ടീഷൻ കൂടിയുണ്ട്. ഇങ്ങനെ മെർജിങ് നടക്കുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട 3/2 MLAമാർ അല്ലെങ്കിൽ MP മാർ ഈ തീരുമാനം അംഗീകരിച്ചിരിക്കണം. ഉദാഹരണത്തിന് 30 MLAമാർ ഉള്ള ഒരു പാർട്ടിയിൽ 20 MLAമാർ മറ്റൊരു പാർട്ടിയിലേക്ക് മെർജ് ചെയ്യാൻ പോയെന്നിരിക്കട്ടെ. അപ്പോൾ കൂറുമാറ്റ നിരോധന നിയമം ഇവിടെ ബാധകമാവില്ല. അതായത് അറ്റ്ലീസ്റ്റ് 3/2 തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പേഴ്സിൻ്റെ അനുവാദത്തോടു കൂടി നടക്കുന്ന പാർട്ടി മാറ്റം കൂറുമാറ്റമായി കണക്കാക്കില്ല. ഇവിടെ ആരെയും ഈ നിയമപ്രകാരം ഡിസ്ക്വാളിഫൈ ആക്കില്ല. ബി. ഇഫ് എ മെമ്പർ ആഫ്റ്റർ ബീങ് എലക്റ്റഡ് ആസ് ദ പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് ദ ഹൗസ് voluntarily gives up the membership of his party or rejoins it after he ceases to hold that office. This exemption has been provided in view of the dignity and impartiality of this office. മറ്റൊരു എക്സെപ്ഷൻ കൊടുത്തിരിക്കുന്നത് പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് ദ ഹൗസിനാണ്. അതായത് സംസ്ഥാന നിയമസഭകൾ, പാർലമെൻറ്റ് തുടങ്ങിയവയുടെ സ്പീക്കർ, ചെയർമാൻ എന്നീ പദവികൾക്കാണ്. MLA ആയി ജയിച്ച ഒരു വ്യക്തി സ്പീക്കറായി എന്നിരിക്കട്ടെ. അദ്ദേഹത്തിന് വേണമെങ്കിൽ തൻ്റെ പാർട്ടി അംഗത്വം ഉപേക്ഷിക്കാവുന്നതാണ്. പിന്നീട് ഓഫീസിൻ്റെ കാലാവധിക്ക് ശേഷം വീണ്ടും ആ പാർട്ടിയിൽ അംഗത്വം എടുക്കുകയും ചെയ്യാം. ഇത് ആ സ്പീക്കർ എന്ന പദവിക്ക് കൊടുക്കുന്ന ഒരു എക്സെപ്ഷനാണ്. നമുക്കറിയാം, സ്പീക്കർ എന്ന പദവി പൊളിറ്റിക്കലി നിഷ്പക്ഷനായിരിക്കണം എന്നതാണ് കൺസെപ്റ്റ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു എക്സെപ്ഷൻ കൊടുത്തിരിക്കുന്നത്. എന്നാൽ സാധാരണഗതിയിൽ നമുക്കറിയാം, MLA ആയതിനു ശേഷം പാർട്ടി അംഗത്വം രാജിവെക്കുകയാണെങ്കിൽ അയോഗ്യനാക്കപ്പെടും. എന്നാൽ സ്പീക്കർമാർക്ക് മാത്രം ഈ വ്യവസ്ഥ ബാധകമല്ല. ഇതാണ് കൂറുമാറ്റ നിരോധന നിയമത്തിനുള്ള എക്സെപ്ഷൻസ്. It must be noted here that the provision of the 10th schedule pertaining to exception from disqualification in case of split by 1/3 members of legislature party has been deleted by the 91st Amendment Act of 2003. It means that the defectors have no more protection on grounds of splits. മൂന്നാമതൊരു എക്സെപ്ഷൻ കൂടി ശരിക്കും ഒറിജിനലി ഉണ്ടായിരുന്നു. നമ്മൾ മുമ്പേ കണ്ടു, പാർട്ടികൾ തമ്മിൽ മെർജ് ചെയ്താൽ, കൂടിച്ചേർന്നാൽ അവിടെ ഡിഫെക്ഷൻ ബാധകമാക്കാത്തതിനെക്കുറിച്ച്. ഇനി ഇതുപോലെ തന്നെ ഒരു പാർട്ടി 2ആയി പിളർന്നാലും ഡിഫെക്ഷൻ ബാധകമല്ലായിരുന്നു നേരത്തെ. ഒരു പാർട്ടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട MLAമാർ അല്ലെങ്കിൽ MP മാരുടെ 1/3 ഭാഗം
പാർട്ടിയിൽ നിന്ന് വേർപെട്ട് മറ്റൊരു പാർട്ടിയായി സ്പ്ലിറ്റ് ചെയ്താലും നേരത്തെ കൂറുമാറ്റ നിരോധന നിയമം ബാധകമല്ലായിരുന്നു. എന്നാൽ ഇത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കുകയും ഈ നിയമത്തിൻ്റെ അന്തസ്സത്തെ തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് 2003 91 ഭരണഘടനാ ഭേദഗതിയിലൂടെ ഈ ഒരു പ്രൊവിഷൻ ഡിലീറ്റ് ചെയ്തത്. ഇപ്പോൾ ഇങ്ങനെയൊരു പ്രൊവിഷൻ ഇല്ല. അതായത് പാർട്ടികൾ രണ്ടായി സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഇപ്പോൾ ഇല്ല. അങ്ങനെ ചെയ്താൽ അവരെ നിയമസഭ അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ അംഗത്വത്തിൽ നിന്ന് അയോഗ്യരാക്കുവാൻ സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് കൂറുമാറ്റ നിരോധന നിയമത്തിൻ്റെ എക്സെപ്ഷൻസിനെ കുറിച്ച് പറയുവാനുള്ളത്. ഈ ഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ കാണുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് പാർട്ടും പൊളിറ്റിയുടെ പ്ലേലിസ്റ്റും ഇവിടെ കൊടുത്തിരിക്കുന്നു. നന്ദി.